Hello students, അപ്പോൾ റിലേഷൻസ് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ട്രാൻസ്ലേറ്റ് ദ ഇക്വേഷൻ റോ ഈക്വൽ ടു 6 cos phi ഇൻറ്റു കാർട്ടീഷ്യൻ ആൻഡ് സിലിണ്ടറിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ റോ കോസ് ഫൈ എന്ന് പറയുമ്പോൾ സ്പെറിക്കലാണ് തന്നിരിക്കുന്നത്. കാർട്ടീഷ്യനിലേക്കും സിലിണ്ടറിക്കലിലേക്കും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റോ ഈക്വൽ ടു 6 cos phi എന്നാണ് തന്നിരിക്കുന്നത്. ഫ്രം ദാറ്റ് cos phi ഈക്വൽ ടു റോ ബൈ 6 എന്ന് പറയാനായിട്ട് പറ്റും. cos phi ഈക്വൽ ടു z ബൈ റോ എന്നാണ് ശരിക്കും നമുക്കുള്ള ഇക്വേഷൻ. അപ്പോൾ അതിൽ റോ ബൈ 6 ഈക്വൽ ടു z ബൈ റോ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് cos phi ഈക്വൽ ടു z ബൈ റോ എന്നുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതാ ഇവിടെ cos phi ഈക്വൽ ടു z ബൈ റോ. അപ്പോൾ cos phi ഈക്വൽ ടു z ബൈ റോ എന്നുള്ളതിൽ റോ ബൈ 6 ഈക്വൽ ടു റോ ബൈ 6 എന്നാണ് cos phi തന്നിരിക്കുന്നത്. z ബൈ റോ ഫ്രം ദാറ്റ് റോ സ്ക്വയർ ഈക്വൽ ടു 6z എന്ന് കിട്ടും. റോ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ അതിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് ഫുള്ള് എക്സിലും വൈയിലും സെഡിലായി. അപ്പോൾ അത് കാർട്ടീഷ്യൻ ഫോമിലായി. ഇനി നമുക്കുള്ളത് സിലിണ്ടറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സിലിണ്ടറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കാർട്ടീഷ്യനെയാണ് കൺവേർട്ട് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 6z എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ അതിന് പകരം ആർ സ്ക്വയർ കൊടുത്താൽ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 6z എന്ന് കിട്ടും. തീറ്റ ആബ്സെൻ്റ് ആണെന്നുള്ളൂ, പക്ഷേ ആറിലും സെഡിലും കിട്ടിയിട്ടുണ്ട്. തീറ്റ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് സിലിണ്ടറിക്കൽ ഫോമാണ്. അങ്ങനെ അത് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അടുത്തത് ഫൈൻഡ് എ സ്പെറിക്കൽ കോർഡിനേറ്റ് ഓഫ് ദ ഫൈൻഡ് എ സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ ഓഫ് ദ സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. നമുക്ക് സ്പെറിക്കൽ കോർഡിനേറ്റ് ആണ് കിട്ടേണ്ടത്. കാർട്ടീഷ്യനിലാണ്, എക്സ് വൈ സെഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിനും വൈനും സെഡിനും കറസ്പോണ്ടിംഗ്ലി സ്പെറിക്കൽ കോർഡിനേറ്റ്സ് വാല്യൂസ് കൊടുക്കണം. നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ ആൻഡ് സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ എന്ന്. അപ്പോൾ ആ റിലേഷനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും പ്ലേസിൽ അതാത് കൊടുത്ത് എഴുതി. ദെൻ ഇതിൽ റോ സ്ക്വയർ സൈൻ സ്ക്വയർഡ് ഫൈ ഉണ്ട്, ഇതിലും റോ സ്ക്വയർ സൈൻ സ്ക്വയർഡ് ഫൈ ഉണ്ട്. രണ്ടും കൂടെ ഔട്ട് സൈഡ് എടുത്തു. പിന്നെ ബാക്കി ഉണ്ടാവുക കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർഡ് തീറ്റയാണ്. അത് 1 ആയി പോകും. പിന്നെ ഇവിടെ ബാലൻസ് ഉണ്ടാവുക റോ സ്ക്വയർ കോസ് സ്ക്വയർഡ് ഫൈ മൈനസ് 2 റോ കോസ് ഫൈ പ്ലസ് 1 ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുക. അവിടെ ഈക്വൽ ടു 1 വരും. രണ്ട് സൈഡിൽ നിന്നും 1 1 ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ഇവിടെ റോ സ്ക്വയർ സൈൻ സ്ക്വയർഡ് ഫൈയും ഇവിടെ റോ സ്ക്വയർ കോസ് സ്ക്വയർഡ് ഫൈയും ഉണ്ട്. അതിൽ നിന്ന് രണ്ടിൽ നിന്നും കൂടി റോ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ സൈൻ സ്ക്വയർഡ് ഫൈ പ്ലസ് കോസ് സ്ക്വയർഡ് ഫൈ ഈക്വൽ ടു ഈ 2 റോ കോസ് ഫൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഈ 1 1 ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ റോ സ്ക്വയർ ഈക്വൽ ടു 2 റോ കോസ് ഫൈ വരും. ഒരു റോ വീതം ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ റോ ഈക്വൽ ടു കോസ് ഫൈ എന്ന് കിട്ടും. 2 കോസ് ഫൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാതെ അടുത്തത് ഫൈൻഡ് എ സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ ഫോർ ദ കോൺ z ഈക്വൽ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എക്സ് വൈ സെഡിലാണ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കാർട്ടീഷ്യനിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് സ്പെറിക്കൽ കോർഡിനേറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. z ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെഡിനും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനും ഇതിൻ്റെ വാല്യൂസ് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ റോ കോസ് ഫൈ ആണ്, അതവിടെ കൊടുത്തു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോ സ്ക്വയേർഡ് സൈൻ സ്ക്വയേർഡ് ഫൈ ആണ് കേട്ടോ. അതവിടെ ശരിക്കും പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിച്ച് അതിൽ നിന്ന് റോ സ്ക്വയർ സൈൻ സ്ക്വയേർഡ് ഫൈ ഔട്ട് സൈഡ് എടുത്ത് ബാക്കിയുള്ളത് 1 ആയി പോയി. ബാക്കി വന്നിരിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതാതെ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഔട്ട് സൈഡ് എടുത്ത് ചെയ്ത് നോക്കണം. അപ്പോൾ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് റോ കോസ് ഫൈ ഈക്വൽ ടു ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ റോ സൈൻ ഫൈ കിട്ടും. അപ്പോൾ റോ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ കോസ് ഫൈ ഈക്വൽ ടു സൈൻ ഫൈ എന്ന് കിട്ടും. എപ്പോഴാണ് കോസ് ഫൈ ഈക്വൽ ടു സൈൻ ഫൈ ആവുള്ളൂ? ഫൈ ഈക്വൽ ടു പൈ ബൈ 4 ആവുമ്പോൾ അല്ലേ. ആ ഒരൊറ്റ വാല്യൂവിൽ മാത്രം 0 ലെസ് ദാൻ ഈക്വൽ ടു 5 ലെസ് ദാൻ ഈക്വൽ ടു പൈ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫൈ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത്. അടുത്തത് ട്രാൻസ്ലേറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ടു 2 other forms. 2 other forms എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡിൽ കാർട്ടീഷ്യനിലാണ് തന്നിരിക്കുന്നത്. സ്പെറിക്കലിലേക്കും സിലിണ്ടറിക്കലിലേക്കും ആക്കണം. സിലിണ്ടറിക്കലിലേക്ക് ആക്കാൻ എളുപ്പമാണ്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു സെഡ് എന്ന് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ കൊടുത്ത് എന്തെങ്കിലും ഔട്ട് സൈഡൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും.
സ്ഫെറിക്കലിലേക്ക് ആക്കണമെങ്കിൽ എക്സിന് ഈ വാല്യൂ, വൈക്ക് ഈ വാല്യൂ, സെഡിന് ഈ വാല്യൂ ആണ് കൊടുക്കുക. ഔട്ട് സൈഡൊക്കെ എടുക്കാനുള്ളതൊക്കെ ഔട്ട് സൈഡ് എടുത്ത് 1 ആയി പോകുന്നതൊക്കെ 1 ആയി പോയി, ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സിംപ്ലിഫിക്കേഷൻ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. റോ ഈക്വൽ ടു 4 cos phi എന്ന് കിട്ടും. അടുത്തത് ട്രാൻസ്ലേറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ടു കാർട്ടീഷ്യൻ ആൻഡ് സ്പെറിക്കൽ ഇക്വേഷൻസ്. സെഡിലും ആറിലുമാണ് തന്നിരിക്കുന്നത്. തീറ്റ ആബ്സെൻ്റ് ആണ്, എന്നാലും അത് സിലിണ്ടറിക്കൽ ഇക്വേഷൻ ആണ്. അപ്പോൾ കാർട്ടീഷ്യനിലേക്കും സ്പെറിക്കലിലേക്കും മാറ്റണം. കാർട്ടീഷ്യനിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കറിയാം r ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ r സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സെഡ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം. എക്സ് വൈ സെഡിലേക്ക് ആക്കി. ഇനി സ്പെറിക്കൽ ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് r ഈക്വൽ ടു റോ സൈൻ ഫൈ, തീറ്റ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. സെഡ് ഈക്വൽ ടു റോ കോസ് പൈ, ഇതാണ് നമുക്കറിയാവുന്ന റിലേഷൻ. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r സ്ക്വയർ ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്നുള്ളതിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് റോ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കോസ് സ്ക്വയർഡ് ഫൈനെ ഇപ്പുറത്തേക്ക് എടുത്താൽ ടാൻ സ്ക്വയർഡ് ഫൈ ഈക്വൽ ടു 1 കിട്ടും. ടാൻ സ്ക്വയർഡ് ഫൈ ഈക്വൽ ടു 1 വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫൈ ഈക്വൽ ടു π/4 വരണം, അല്ലെങ്കിൽ ഫൈ ഈക്വൽ ടു 3π/4 വരണം. ഇതിൽ ഏത് ഉത്തരം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണത് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ റിലേഷൻസ് 3 കോർഡിനേറ്റ് സിസ്റ്റത്തിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻസ് പഠിച്ചു വെക്കുക. അതാ ഇവിടെ എക്സസൈസിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഇതിലേക്ക് കുറച്ചൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഒരു 2 or 3 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യനെങ്കിലും ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ.